കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഈ സൈറ്റിൽ കയറിയിട്ടാണ് ന്യൂ പ്രൊവിഷണൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇത് ഹൗസ് സർജൻസി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം KSMCന്ന് ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, അത് പ്രസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ആപ്ലിക്കൻ്റ് എന്ന് വരും. അപ്പോൾ ആപ്ലിക്കൻ്റ് എൻഡിലേക്ക് പോവുക. എന്നിട്ട് ഈ ഒരു പേജാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. ഇത് നേരെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് താഴത്ത് നമുക്കൊരു ചെക്കർ ബോക്സ് കാണാം. അത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വരുന്ന ഒരു പേജാണിത്. ഇതിൽ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ സിസ്റ്റം ഓഫ് മെഡിസിൻ, മോഡേൺ മെഡിസിൻ കൊടുക്കുക, നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നാഷണാലിറ്റി, ഇമെയിൽ, മൊബൈൽ നമ്പർ, പാസ്വേഡ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത് അവർ. അപ്പോൾ ഇതിൽ സിസ്റ്റം ഓഫ് മെഡിസിനിൽ നമ്മൾ കൊടുക്കേണ്ടത് മോഡേൺ മെഡിസിൻ തന്നെയാണ്. നെയിം നമ്മളെ പേര് എങ്ങനെയാണോ നമ്മളെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിലുള്ളത് അതുപോലെ തന്നെ, പിന്നെ 10th സർട്ടിഫിക്കറ്റിലുള്ളത് പോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, പിന്നെ എക്സ്പാൻഷൻ ഓഫ് ഇനീഷ്യൽസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ AP രാജീവ്, അതിൽ AP ആണ് ഇനീഷ്യൽസ്. അല്ലാതെ ഇപ്പം വേറൊരു പേര് ഇപ്പം ബിജു TK, പക്ഷേങ്കിൽ ആ TK എന്ന് പറയുന്നത് ഇനീഷ്യൽസ് അല്ല, അത് സർനെയിമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഇഷ്യൂ ഇല്ല. ഇനീഷ്യൽസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ മൊത്തത്തിലുള്ള രൂപം എന്താണോ അത് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ബാക്കി ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. പിന്നെ ആർ യു സിറ്റിസൺ ഓഫ് ഇന്ത്യ, അത് ബൈ ബർത്ത് ആണോ ബൈ ഡൊമിസിൽ എന്ന് പറയുമ്പം നമ്മളിവിടെ ബർത്ത് വേറെ എവിടെയെങ്കിലുമാണ്, പക്ഷേങ്കിൽ ഇവിടെ താമസം അങ്ങനെയാണ്. പിന്നെ ആധാർ നമ്പർ, അതൊക്കെ ജസ്റ്റ് ഫില്ല് ചെയ്യാം. പിന്നെ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, അവിടെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിലേക്കാണ് OTP വരാമെന്ന്. പക്ഷേ അതിലല്ല OTP വരിക. നമ്മൾ ഏത് മെയിൽ ID യിലാണോ ഏത് മെയിൽ ID ആണോ കൊടുക്കുന്നത് അതിലേക്കാണ് OTP വരിക. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു പേജിലേക്ക്. ഈ ഒരു പേജിൽ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പുതിയതായിട്ട് കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഫോർ ഡൂയിങ് CRRI ഇൻ കേരള കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇതിൽ നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും കൊടുക്കേണ്ടതാണ്. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് 200 പിക്സൽ ഹൈറ്റും 180 പിക്സൽ വിഡ്ത്താണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സൈറ്റ് ഉണ്ട്, അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. പിന്നെ ഉള്ളത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ 100/180 പിക്സലാണ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. പിന്നെ അതിൻ്റെ സൈസും അതും നമുക്ക് അതിൽ തന്നെ റീസൈസ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇനീഷ്യൽ രജിസ്ട്രേഷൻ, അതായത് ഈ സൈറ്റിലുള്ള സൈനപ്പ് തീരും. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡബിൾ രജിസ്ട്രേഷനൊക്കെ പോവും. അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് ഇത്രയും കാര്യങ്ങൾ അറ്റ് എ സ്ട്രെച്ച് തന്നെ ചെയ്യുന്നത്. ഇനീഷ്യൽ സൈനപ്പിന് ശേഷം നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു വെബ് പേജാണിത്. ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി KSMC ടൈപ്പ് ചെയ്തിട്ട് നേരത്തെ സൈനപ്പിന് പകരം ഇപ്പോൾ ലോഗിൻ കൊടുക്കുക. എന്നിട്ട് മോഡേൺ മെഡിസിന് ഇമെയിൽ ID, പാസ്വേഡ്. അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ഈ പേജിൽ ലെഫ്റ്റ് സൈഡിൽ രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. ആ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ഓപ്ഷനാണ്. ആ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്നുണ്ടാവും, പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്നുണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ കോളേജ് ഏത് സ്റ്റേറ്റിലാണോ അത്, മെഡിക്കൽ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ കേരളത്തിനെ പറ്റി പറയുമ്പോൾ കേരള മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ടു ബി രജിസ്ട്രേഡ് MBBS ആണ്, ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. നെയിം ഓഫ് യൂണിവേഴ്സിറ്റി KUHS, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. പിന്നെ നെയിം ഓഫ് കോളേജ്, നമ്മളെ കോളേജ് ഏതാണോ അത് സെർച്ച് ചെയ്യാം. കോഴ്സ് സ്റ്റാർട്ട് മന്ത് ആൻഡ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷന് എപ്പോഴാണോ എടുത്തത് അതാണ് അവിടെ കൊടുക്കേണ്ടത്. കോഴ്സ് മന്ത് ആൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇക്കൊല്ലം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് വരാൻ മാർച്ച് 2024 എന്നാണ്. പിന്നെ ഈ കൊല്ലം ചെയ്യുന്ന റെഗുലർ ബാച്ച് ആണെങ്കിൽ ഇയർ ഓഫ് അവാർഡ് ഓഫ് ഡിഗ്രി ആസ് ഇൻ സർട്ടിഫിക്കറ്റിന് വരിക 2024.
ഓക്കെ, ഇനി ഇതിന് താഴത്ത് ആക്ച്വലി 3 സർട്ടിഫിക്കറ്റ്സും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC. അത് അറ്റസ്റ്റഡ് ആയിരിക്കണം. ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെയിംഡ് സീലായിരിക്കണം. ഇൻ കേസ് ഡെസിഗ്നേഷൻ മാത്രമുള്ള സീലാണെങ്കിൽ അതിൻ്റെ മേലിൽ അറ്റസ്റ്റിംഗ് ഗസറ്റഡ് ഓഫീസറിൻ്റെ പേരും രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ റിജക്ഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിന് താഴത്ത് വേണ്ടതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതും അറ്റസ്റ്റ് ചെയ്യിക്കുന്നതാണ് ബെറ്റർ. ചില ആൾക്കാർ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതും അറ്റസ്റ്റ് ചെയ്തിട്ട് അതും അറ്റാച്ച് ചെയ്യുക. പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പൾ, അതായത് നമ്മളെ കൂടെ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അത് കൺസേൺഡ് കോളേജിലത്തെ പ്രിൻസിപ്പൾ സൈൻ ചെയ്ത് തരുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആ PDF. എല്ലാ PDF 500 KB താഴത്തായിരിക്കണം സൈസ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെക്കർ ബോക്സും കൂടിയും വരും, ഐ അഗ്രി എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് പേയ്മെൻറ്റിലേക്ക് കടന്നാൽ മതി. പേയ്മെൻറ്റ് ഏകദേശം ഒരു 1000 റുപ്പീസാണ് വരുന്നത്. 1000 റുപ്പീസ് അത് നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതോടുകൂടി നമുക്ക് ഈ ഇനീഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. എന്നിട്ട് ഈ കംപ്ലീറ്റ് ആയ രജിസ്ട്രേഷൻ്റെ അക്നോളജ്മെൻ്റ് എന്ന് പറയുന്നൊരു ഇത് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അക്നോളജ്മെൻറ്റ് കോളേജിൽ കൊടുക്കാനും പറ്റും.